റിട്ട് പെറ്റീഷൻ നമ്പർ 239/2007, പെറ്റീഷണർ നമ്പർ 1 ശിവരാമപുരം രാമനുണ്ണി വൈദ്യർ മകൾ മായമ്മയും, പെറ്റീഷണർ നമ്പർ 2 മേലേത്ത് മാധവ മേനോൻ മകൾ രാധിക മേനോനും വേഴ്സസ് കോർപ്പറേഷൻ ഓഫ് കൊച്ചിൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ ബൈ അഡ്വക്കേറ്റ് തെക്കേപുരയിൽ ഈനാശു. യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, വളരെ വിചിത്രമായ ഒരു പൊതു താൽപര്യ ഹർജിയാണ് ഹർജിക്കാർ ഈ കോടതി മുമ്പായി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹർജിയിൽ നഗരങ്ങളെക്കുറിച്ച് വളരെ മോശമായ പരാമർശം കാണുവാനിടയുണ്ടായി. നഗരങ്ങളാണ് മാലിന്യങ്ങളുടെ വക്താക്കളെന്ന്. കഷ്ടം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല് നഗരങ്ങളാണെന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ. നമ്മുടെ നഗരങ്ങളാണ് ഈ നാട്ടിലെ കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ വ്യവസായങ്ങൾക്ക് അടിത്തറ നൽകുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിലും ജീവിതവും നൽകുന്ന ആശ്രയ കേന്ദ്രമായ നഗരങ്ങളിലുണ്ടാവുന്ന മാലിന്യങ്ങളെ സംസ്കരിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഹർജിക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട വക്കീൽ സാർ സൂചിപ്പിച്ച പോലെ എന്റെ ഹർജി അത്ര വിചിത്രമൊന്നുമല്ല. നഗരങ്ങളിലെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരല്ല ഞങ്ങൾ ഗ്രാമവാസികൾ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന മഹാത്മജിയുടെ വാക്കുകളെ വിശ്വസിക്കുന്ന ഒരു തലമുറയിലെ കണ്ണികളാണ് ഞങ്ങൾ. യുവർ ഓണർ, 2003 ഡിസംബറിന് മുമ്പായി എല്ലാ നഗരങ്ങൾക്കും സ്വന്തമായ ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം തന്നെയാണ് നമ്മുടെ കൊച്ചി കോർപ്പറേഷനും ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ലോനപ്പൻസ് ആൻഡ് കമ്പനിക്ക് അനുമതി നൽകിയത്. അതിന് തെരഞ്ഞെടുത്ത സ്ഥലം ശിവരാമപുരമാണ്. ശിവരാമപുരത്ത് മാലിന്യം സംസ്കരിക്കാനുള്ള സ്ഥലം ടി കമ്പനി നിയമപ്രകാരം 10 വർഷത്തേക്ക് കോർപ്പറേഷൻ കരാറുകാരിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ ഡോക്യുമെന്റ്സ് ബഹുമാനപ്പെട്ട കോടതി മുമ്പായി സമർപ്പിക്കുന്നു. യുവർ ഓണർ, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ്. ടെൻഡർ വിളിക്കാതെ ഉത്തരവ് നൽകിയ നടപടിയെ എതിർത്ത മേയർ ശ്രീലത വർമ്മ രാജിവെച്ച വാർത്ത പത്രങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വിഷയത്തിൽ മേയറായിരുന്ന ശ്രീലത വർമ്മയെ കൂടി വിസ്തരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറോൾഡ്. യുവർ ഓണർ, ഹർജിക്കാരി വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. പ്ലാന്റിന് അനുമതി കൊടുത്തതിനല്ല, മറിച്ച് പ്ലാന്റ് അവിടെ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഹർജി. നോ മിസ്റ്റർ ഈനാശു, ഹർജിക്കാരി ആവശ്യപ്പെട്ട പോലെ മുൻ മേയറെ വിസ്തരിക്കാവുന്നതാണ്. മാഡം മേയറായിരുന്ന കാലത്തായിരുന്നല്ലോ പ്ലാന്റിന് അനുമതി നൽകിയത്. അല്ല, ഞാൻ രാജിവെച്ചതിന് ശേഷമാണ് അനുമതി നൽകിയത്. സുതാര്യമല്ലാത്ത ഒരു നടപടിക്കും കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. യുവർ ഓണർ, മുൻ മേയർ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ശിവരാമപുരത്ത് മാലിന്യം നിക്ഷേപിച്ചത് ശ്രീമതി ശ്രീലതാ വർമ്മ മേയറായിരുന്ന കാലത്ത് തന്നെയാണ്. യുവർ ഓണർ, ശിവരാമപുരത്ത് മാലിന്യം കൊണ്ടിട്ടത് ഞാൻ മേയറായിരുന്ന കാലത്ത് തന്നെയാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കല്ല, കോൺട്രാക്ടർക്കാണ്. യുവർ ഓണർ, ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ശിവരാമപുരത്ത് ശാസ്ത്രീയമായ ഒരു മാലിന്യ നിക്ഷേപമല്ല അവരുദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് പലരുടെയും കീശ വീർപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ശിവരാമപുരത്ത് മാലിന്യ സംസ്കരണം നടന്നിട്ടുള്ളത്. മാലിന്യം നിക്ഷേപിച്ച ശേഷം അത് കത്തിച്ചു കളയാനുണ്ടായത്. ശരിയാണ്, പക്ഷേ കത്തിച്ചത് മാലിന്യങ്ങളല്ല, ഞങ്ങൾ കുറെ പാവപ്പെട്ടവരുടെ ജീവിതമാണ്. കത്തിയെരിഞ്ഞ് ആ ചവർ കൂമ്പാരങ്ങളുടെ ഇടയിൽ എത്രയോ ജീവിതങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ആ കൂട്ടത്തിൽ ശബ്ദിക്കാനാവാതെ, ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ എന്റെ ഒരേ ഒരു അനിയൻ ശംഖുവും കത്തിയെരിഞ്ഞു. ഹർജിക്കാരിയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിഷയങ്ങളിൽ നിന്നും അവർ വ്യതിചലിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി മാലിന്യങ്ങളിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു മാലിന്യ സംസ്കരണമാണ് ഈ പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട നഗരവാസികൾ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഓരോ ദിവസവും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വന്ന് വീഴുന്നത് മുല കുടിക്കുന്ന ഓരോ കുഞ്ഞിന്റെ മുഖത്താണ്, പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെ മുതുകത്താണ്, കുടിവെള്ളത്തിലേക്കാണ്, അവരുടെ ആത്മാഭിമാനത്തിലേക്കാണ്. യുവർ ഓണർ, ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ ബഹുമാനപ്പെട്ട ഈ നീതിപീഠം കൂടി കണ്ണടച്ചാൽ നഗരങ്ങളുടെ അഴുക്ക് ചാലുകളിലൂടെ ഗ്രാമങ്ങളിലേക്ക് ഓരോ നിമിഷവും തള്ളിവിടുന്ന മാലിന്യങ്ങളെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഓടകളിലെ പുഴുക്കളേക്കാൾ ശോചനീയമാകും. മഹത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതി കൊണ്ട്
ഈ ചെറിയ കാലയളവിൽ തന്നെ ഈ ഗ്രാമത്തിൽ കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ദുരിതങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആയതിനാൽ ബഹുമാനപ്പെട്ട നീതിപീഠം ഈ സ്ഥിതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. This case is adjourned to 22nd of this month. എന്താ ഇന്ന് മനസ്സ് വല്ലാതെ? മനസ്സ് സത്യത്തിന്റെ നീതിയുടെ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇന്ന് നിർണായകമായ ഒരു കേസിന്റെ വിധി പറയുന്ന ദിവസമാണ്. എന്താണ് കേസ്? ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടോ? ആഗോളവൽക്കരണത്തിന്റെ ഉച്ഛിഷ്ടം പുരോഗമനത്തെ പ്രണയിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങളെ നഗരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഓ, ആരൊക്കെയാണ് കക്ഷികൾ? ഒരു ഭാഗത്ത് നഗരസഭയും കുറെ കാട്ടാളന്മാരും, മറുഭാഗത്ത് ശിവരാമപുരത്തെ സാധാരണ ജനങ്ങളും അവരെ നയിക്കുന്ന ഒരു മായമ്മയും. പിന്നെ രാധിക എന്നൊരു പെൺകുട്ടിയും. തൻ്റെ അടിയാണവൾ. രണ്ടുപേരും അതെ, പക്ഷേ വല്ലാത്തൊരു അർപ്പണബോധമാണ് ആ രാധികയ്ക്കുള്ളത്. എന്താ ആ കുട്ടിയോട് മാത്രം? നമ്മുടെ റസ്യാമോളുണ്ടായിരുന്നെങ്കിൽ എന്നാ പ്രായമായിരുന്നേനെ. അതേ രൂപവും അതേ ഭാവവും. ആ പഠിച്ചു തന്നില്ല. നന്മയും തിന്മയും ദൈവനിശ്ചയമാണല്ലോ. ഓരോ ദുരിതങ്ങളുടെ പിന്നിലും നാം കാണാത്ത അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശം ഉറപ്പു തരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാലിന്യവും അതിൻ്റെ സംസ്കരണവും. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും വളരെ ഉത്കണ്ഠാജനകമായ ഒരു സത്യം പറയുവാൻ ഈ കോടതി ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്ന മൂന്നാം ലോകരാഷ്ട്രത്തെ കുപ്പത്തൊട്ടിയായി കാണുന്ന അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അതേ മനോഭാവം തന്നെയാണോ ഗ്രാമങ്ങളോട് നമ്മുടെ നഗരത്തിലെ ചിലർക്കുള്ളതെന്ന് ഈ കോടതിക്ക് സംശയമുണ്ട്. നഗരസഭയുടെ തീരുമാനം തികച്ചും ഏകപക്ഷീയവും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതും ആണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ആയതിനാൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സറിയാതെ ശാസ്ത്രീയവും സുതാര്യവും അല്ലാത്ത വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശിവരാമപുരത്തോ കേരളത്തിൽ മറ്റെവിടെയെങ്കിലുമോ സ്ഥാപിക്കാൻ പാടില്ലെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. എക്സ്ക്യൂസ് മീ മാഡം, ഈ വിധി നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ? അതെ, നീതി നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഈ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് എന്നും താങ്ങായി നിന്നിട്ടുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇനിയും ഏറ്റെടുക്കുമോ? തീർച്ചയായും. ഞങ്ങളുടെ പ്രവർത്തനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ശിവരാമപുരത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതുകൊണ്ട് മാത്രം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ തീരുന്നില്ല. മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടച്ചു നീക്കാൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം.